നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന നോവലിലെ അടുത്ത 2 പാർട്ടുകൾ കേൾക്കാം. അവൻ ഇതുവരെ എണീറ്റില്ലേ? ഏതോ പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന രാഹുലിനരികെ ശരൺ ഒരു കപ്പ് കോഫിയുമായി വന്നിരുന്നു. അല്ലെങ്കിലും വീക്ക് ഓഫിൽ അവൻ എപ്പോഴാണ് നേരത്തെ എണീറ്റിട്ടുള്ളത്? ഇതേതാ ബുക്ക്? നോവലാ. സുസ്മേഷ് ചന്ദ്രൂത്തിൻ്റെ പേപ്പർ ലോഡ്ജ്. വായിക്കാൻ രസമുണ്ട്. എനിക്ക് വായിക്കാൻ പറ്റിയ പുസ്തകമാണോ? നീ സജസ്റ്റ് ചെയ്ത എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ. രാഹുൽ ശരണിൻ്റെ കയ്യിൽ നിന്നും കോഫി വാങ്ങി കുടിച്ചുകൊണ്ട് എന്തോ ആലോചിച്ചു ചിരിച്ചു. എന്താ ചിരിക്കാൻ മാത്രം? ശരൺ അവനെ സംശയത്തോടെ നോക്കി. അല്ല, ഇവിടെ വന്നപ്പോൾ ഉണ്ടായ നിന്റെ മലയാളത്തെക്കുറിച്ച് ആലോചിച്ചു ചിരിച്ചതാ. ഒരു സമയത്ത് എനിക്കും സാമിനും ബോറടിക്കുമ്പോൾ ഞങ്ങൾ നിന്നോട് മലയാളം വായിക്കാൻ പറയുമായിരുന്നു. തപ്പിത്തടഞ്ഞ് നീ മലയാളം വായിക്കുന്നത് നല്ല എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു. എനിക്കത് പണ്ടേ അറിയാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ആ എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് ഞാനിപ്പോൾ നല്ല മണിമണി പോലെ മലയാളം വായിക്കുന്നുണ്ടല്ലോ. നിന്റെ കയ്യിലുള്ള പുസ്തകങ്ങളിൽ പാതിയും ആരാ വായിച്ചിട്ടുള്ളത്? ശരൺ കുറച്ച് അഭിമാനത്തോടെ പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ ശരൺ ഒരു സിഗരറ്റ് വലിക്കാനായി ബാൽക്കണിയിലേക്കും രാഹുൽ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം അടക്കി വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി കിച്ചണിലേക്കും നടന്നു. ആ, നീ വാ, നമുക്കിന്നിവിടെ കൂടാം. ശരൺ അടുക്കളയിലേക്ക് വന്ന് ഫോൺ സ്പീക്കറിലിട്ടു. ഫ്രിഡ്ജിൽ നിന്നും ബ്രെഡ് എടുത്തുകൊണ്ടിരുന്ന രാഹുൽ സ്ക്രീനിലേക്ക് നോക്കി. ഒരു ഓഫ് ഡേ എങ്കിലും നിനക്ക് നിന്റെ വീട്ടിൽ ഇരുന്നൂടെ? ഫോണിൽ അഖിലാണെന്ന് കണ്ടപ്പോൾ അവൻ ചോദിച്ചു. ഓ, 10-20 വർഷമായി ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്? ഇനി കെട്ടുകൂടെ കഴിഞ്ഞാൽ പുറം ലോകം കാണുമോയെന്ന് വരെ സംശയമാണ്. ഞാൻ കുപ്പി വാങ്ങിച്ച് വൈകിട്ടെത്തിയേക്കാം. ശരണേ, നിന്റെ ആ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്കണേ. ശരൺ അതിന് മറുപടി പറയുന്നതിന് മുൻപേ അഖിൽ കോൾ കട്ട് ചെയ്തു. ഓ, വരാൻ പറഞ്ഞത് അബദ്ധമായെന്ന് തോന്നുന്നു. നീ ഇതെന്താ ചെയ്യുന്നേ? പാനിൽ ബട്ടർ തേച്ച് അതിലേക്ക് മെൽറ്റ് ചെയ്ത വാനില ഐസ്ക്രീം പുരട്ടിയ ബ്രെഡ് ഫ്രൈ ചെയ്തു കൊണ്ടിരുന്ന രാഹുലിനെ ശരൺ അതിശയത്തോടെ നോക്കി. ഫ്രഞ്ച് ടോസ്റ്റ്? അതിന് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. ഓ, നീ വലിയ ഷെഫ്. ഞങ്ങൾ മലയാളികൾക്ക് ബ്രെഡ് പാലിൽ മുക്കി പൊരിച്ചാൽ ഫ്രഞ്ച് ടോസ്റ്റ് ആയി. അതിൽ തന്നെ കുറച്ച് ഐറ്റം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയാൽ പല വെറൈറ്റികളുമായി. അതിന് ക്ലാസിക് ഫ്രഞ്ച് ടോസ്റ്റിന് ആകെ ഒരു റെസിപ്പിയല്ലേ ഉള്ളൂ? ആണോ? എന്തൊക്കെയാ നിന്റെ ക്ലാസിക് ഫ്രഞ്ച് ടോസ്റ്റിൽ ഉള്ള ഇൻഗ്രീഡിയൻസ്? രാഹുൽ അവസാന ബ്രെഡും ഡിപ്പ് ചെയ്ത് പാനിലേക്കിട്ടു. അതിപ്പോൾ എഗ്ഗ് ഉണ്ടാവും, മിൽക്ക്, വാനില, സിനമൺ, ബ്രെഡ്, ഷുഗർ, ബട്ടർ. ശരൺ ഇൻഗ്രീഡിയൻസ് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇത് എഗ് ബേസ്ഡ് വാനില ഐസ്ക്രീമാണ്. ഇതിൽ സിനമൺ ഒഴിച്ച് നീ പറഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ട്. അത്ര നിർബന്ധമാണെങ്കിൽ നീ കുറച്ച് കറുവപ്പട്ട പൊടിച്ചിട്ട് കഴിക്കേ. രാഹുൽ ഫ്രൈ ചെയ്ത ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് ശരണിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. എടാ, ഭയങ്കര ചൂട്, ബട്ട് ഇറ്റ്സ് ടേസ്റ്റി. ശരൺ 2 ടോസ്റ്റ് കൂടെ ആസ്വദിച്ചു കഴിച്ചു. എന്താ രാവിലെ കഴിക്കാൻ നല്ല മണം വരുന്നുണ്ടല്ലോ. സാം ഉറക്കച്ചടവോടെ കിച്ചണിലേക്ക് വന്നു. രാഹുലിൻ്റെ സ്പെഷ്യൽ ഫ്രഞ്ച് ടോസ്റ്റ്. ശരൺ പ്ലേറ്റ് അവനടുത്തേക്ക് നീക്കി വെച്ചു. ആഹാ, കൊള്ളാലോ. സാം ഒരു ബ്രെഡ് എടുക്കാൻ കൈനീട്ടി. നീ ബ്രഷ് ചെയ്തോ? ശരൺ പെട്ടെന്ന് പ്ലേറ്റ് വലിച്ചു. ഓ, ഒരു ബ്രെഡ് ടോസ്റ്റ് കഴിക്കാൻ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാം ശരണിൻ്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് പിടിച്ചു വാങ്ങി ലിവിംഗ് റൂമിലേക്ക് നടന്നു. ആ, വേഗം കഴിച്ചോ, എന്നിട്ട് കടയിൽ പോകാൻ ഉള്ളതാ. സാം TV ഓൺ ചെയ്തു. എനിക്കൊന്നും വയ്യ, നിങ്ങൾ 2 പേരും കൂടെ പോയാൽ മതി. ഈ വീട്ടിൽ നീ എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത്? ഫുഡ് ഉണ്ടാക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഞങ്ങൾ തന്നെയല്ലേ. കൃത്യസമയത്ത് വന്ന് കഴിച്ചിട്ട് എല്ലാം അലങ്കോലമാക്കിയിട്ട് പോകും. ശരൺ സാമിൻ്റെ കയ്യിലിരുന്ന റിമോട്ട് പിടിച്ചു വാങ്ങി. ഓഹോ, ഇപ്പോൾ നിങ്ങൾ 2 ഒരു ടീം. അവൻ പറയുന്നത് പോട്ടെ. പക്ഷെ ശരണേ, നീ പറഞ്ഞ എനിക്ക് സഹിക്കുകയില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയന് ഒരു ജോലി സെറ്റാക്കുമോ എന്ന് ചേട്ടായി ചോദിച്ചപ്പോൾ നിന്നെ ഇവിടെ റെഫർ ചെയ്തത് ഞാൻ. ജോലി കിട്ടി ഒരാളെയും പരിചയമില്ലാതെ നീ ബാംഗ്ലൂർ വന്നിറങ്ങിയപ്പോൾ ഹാഫ് ഡേ ലീവ് എടുത്ത് പൊരിവെയിലത്ത് നിന്നെ പിക്ക് ചെയ്യാൻ വന്നത് ഞാൻ. ഈ ഫ്ലാറ്റിലേക്ക് വലത് കാൽ വെച്ച് നിന്നെ കയറ്റിയത് ഞാൻ. അതൊക്കെ പോട്ടെ, പുതിയ ആളല്ലേ എന്ന് കരുതി എൻ്റെ റൂം വരെ ഞാൻ നിനക്ക് വേണ്ടി ഒഴിഞ്ഞു തന്നതല്ലേ. ആ, നീ തന്നെ എന്നോട് ഇത് പറയണമെടാ. സാം അല്പം ഇമോഷണലായ പോലെ അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു. എന്ത് വെയിൽ! അവൻ ഇവിടെ വരുന്നത് നല്ല തണുപ്പുള്ള ഒരു ജനുവരിയിലാണ്. അവനെ പിക്ക് ചെയ്യാൻ നീ അഖിലിൻ്റെ കാർ എടുത്തുകൊണ്ടല്ലേ പോയത്? പിന്നെ ഞാനല്ലേ പറഞ്ഞത് നീ എൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയിക്കോ, അവൻ എല്ലാവരുമായി സെറ്റാവാൻ സമയമെടുക്കുമെന്ന്. രാഹുൽ ഇടയ്ക്ക് കയറി പറഞ്ഞു. അളിയാ, നിന്നോട് ഞാൻ സംസാരിച്ചോ? യു ചുപ്പ്. സാം മിണ്ടരുതെന്ന് രാഹുലിന് നേരെ ആംഗ്യം കാണിച്ചു. ഈ പഴംപുരാണം കേൾക്കുന്നതിലും നല്ലത് തന്നെത്താൻ പോയി സാധനം വാങ്ങിച്ചു കൊണ്ട് വരുന്നതാണ്. ശരൺ ബൈക്കിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് നടന്നു.
നിൽക്ക്, ഞാനും വരുന്നു. എനിക്കൊന്ന് മുടി വെട്ടണം. സാം ബാക്കിയുണ്ടായ ചെറിയ ബ്രെഡ് കഷ്ണം വായിലേക്കിട്ട് ശരണിന് പിറകെ ഓടി. ഓഫ് ഡേ ആയതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രാഹുൽ റൂം ക്ലീൻ ചെയ്യാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ചോട്ടുവിൻ്റെ കോളിംഗ് ബെൽ കേട്ട് രാഹുൽ വാതിൽ തുറന്നു. പതിവില്ലാതെ ശരണിൻ്റെ മുറി തുറന്നിരിക്കുന്നത് കണ്ട് ഡോർ തുറന്നപാടെ അവൻ നേരെ അങ്ങോട്ടോടി. ഇതെന്താ രാഹുസേട്ടാ? ശരണിൻ്റെ മുറിയിലുണ്ടായ ഗിറ്റാറിൽ അവൻ മെല്ലെ തൊട്ടുനോക്കി. ഇതിൻ്റെ പേരാണ് ഗിറ്റാർ. ആളുകൾ പാട്ട് പാടുമ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നാ എനിക്കിത് വെച്ചൊരു പാട്ട് പാടി തരുമോ? അവൻ ഏന്തി വലിഞ്ഞ് അതെടുക്കാൻ ശ്രമിച്ചു. അയ്യോ, അതൊന്നും പിടിച്ചു വലിക്കല്ലേ. ഇവിടെ വന്ന ആ ദിവസം കൊണ്ടുവച്ചതാ. ഇതുവരെ ഇതുപയോഗിച്ച് കണ്ടില്ല. പക്ഷേ അതിലാരേലും തൊട്ടാലോ സ്ഥാനം മാറിയാലോ അവൻ്റെ വിധം മാറും. പണ്ട് ഫിഷ് ബൗൾ താഴെയിട്ടപ്പോൾ കേട്ടതോർമ്മയില്ലേ? രാഹുൽ ചോട്ടുവിനെ ഒരു കൈകൊണ്ട് പൊക്കിയെടുത്ത് മുറി ലോക്ക് ചെയ്ത് പുറത്തിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ സാമും ശരണും ഗ്രോസറികളുമായി തിരിച്ചു വന്നു. ഹെയർ കട്ട് ചെയ്തു കിച്ചണിലേക്ക് സാധനങ്ങളുമായി കയറിപ്പോയ സാമിനെ രാഹുൽ ചീത്ത പറഞ്ഞു കുളിക്കാൻ വിട്ടു. ലഞ്ചിന് ശരൺ ബിരിയാണി ഉണ്ടാക്കി. രാഹുൽ ഒരു പാത്രത്തിൽ കുറച്ച് ചോട്ടുവിനും കൊടുത്തുവിട്ടു. ഭക്ഷണമെല്ലാം കഴിച്ചൊന്നുറങ്ങാൻ കിടന്നപ്പോഴേക്കും വൈകുന്നേരമായി. ഹലോ, ഓപ്പൺ ദി ഡോർ പ്ലീസ്. തുടർച്ചയായി കതകിന് കൊട്ടുന്ന ശബ്ദം കേട്ട് സോഫയിൽ കിടന്നുറങ്ങിയ രാഹുൽ എണീറ്റ് കതക് തുറന്നു. നീ ഇവിടെ കോളിംഗ് ബെൽ കാണുന്നില്ലേ? അതിൽ പിടിച്ചമർത്തിയാൽ പോരെ, എന്തിനാ കതക് തല്ലിപ്പൊളിക്കുന്നത്? രാഹുൽ ഉറക്കം മാറാതെ അഖിലിനെ വാതിൽ തുറന്നു കൊടുത്തു. അതിൽ ഒരു ത്രില്ലില്ല. എവിടെ എല്ലാവരും? അവൻ കയ്യിലിരുന്ന ബാഗ് താഴെ വെച്ചു. എല്ലാവരും ഉറക്കത്തില്ല. ആകെ കിട്ടുന്ന ഒരു വീക്ക് ഓഫ് അല്ലേ? രാഹുൽ ഉറക്കം മാറാതെ വീണ്ടും സോഫയിലേക്ക് വീണു. ഓഫീസിൽ നിന്ന് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറയാറുള്ളത്. ലീവ് കിട്ടിയാൽ ട്രിപ്പ് പോകണം, പബ്ബിലും പാർട്ടിക്കുമൊക്കെ പോകണം എന്നാണല്ലോ. ഈ ബാംഗ്ലൂർ വന്നിട്ട് നിങ്ങൾ എത്ര തവണ പുറത്തു പോയിട്ടുണ്ട്? ശരൺ വല്ലപ്പോഴും വന്നാലായി. പരസഹായമില്ലാതെ നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന സമയത്ത് ലൈഫ് നന്നായി എൻജോയ് ചെയ്തേക്കണം. അല്ലാതെ വയസ്സായി മൂക്കിൽ പല്ലു വന്നിട്ട് പട്ടായ പോയിട്ട് എന്ത് കാര്യം? അഖിൽ ചീത്ത വിളിച്ചുകൊണ്ട് രാഹുലിനെ പൊക്കി എഴുന്നേൽപ്പിച്ചു. ആ, നീ വന്നല്ലേ? ബഹളം കേട്ടപ്പോഴേ തോന്നി നീയായിരിക്കുമെന്ന്. ശരൺ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. സാം എവിടെ? വിളിക്ക്. ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ പൊട്ടിക്കാം. അഖിൽ ബാഗിൽ നിന്നും കുപ്പിയെടുത്ത് പുറത്തു വെച്ചു. നീ തന്നെ പോയി വിളിക്ക്. അവനെ കട്ടിലോടെ ആരെങ്കിലും എടുത്തുകൊണ്ടു പോയാൽ പോലും അവനിപ്പോൾ അറിയില്ല. അഖിൽ റൂമിൽ പോയി 2 ചവിട്ട് കൊടുത്ത് സാമിനെ എഴുന്നേൽപ്പിച്ചു. രാത്രിയായപ്പോൾ കുപ്പിയുമായി 4 പേരും ടെറസിലെത്തി. ടെറസിൽ നിന്ന് നോക്കിയാൽ ബാംഗ്ലൂർ സിറ്റിയുടെ നല്ല വ്യൂ കിട്ടും. കുറച്ചുനേരം അവർക്കൊപ്പം സംസാരിച്ചിരുന്നു. വെള്ളമടിക്കാത്തതിനാൽ രാഹുൽ എണീറ്റ് ടെറസിൻ്റെ തിണ്ണയിലേക്ക് വന്നിരുന്നു. അഖിലും സാമും ഏകദേശം ഓഫ് ആവുമെന്ന് തോന്നിയപ്പോൾ ശരൺ കുപ്പി മാറ്റിവെച്ച് തൻ്റെ ഗ്ലാസുമായി രാഹുലിനടുത്തേക്ക് നടന്നു. ഒരു 5 വർഷം കഴിഞ്ഞാൽ നമ്മളൊക്കെ എവിടെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൂരെയെങ്ങോ നടക്കുന്ന ആഘോഷത്തിൻ്റെ മിന്നലാട്ടങ്ങൾ എന്നോണം ആകാശത്തിൽ പൊട്ടിവിടരുന്ന ഫയർ വർക്സുകൾ നോക്കി നിൽക്കൊണ്ട് രാഹുൽ ചോദിച്ചു. 5 വർഷം പോയിട്ട് നാളെ എന്താണെന്ന് പോലും ഞാൻ ആലോചിക്കാറില്ല. ശരൺ ഗ്ലാസ്സിൽ നിന്നും ഒരു സിപ്പെടുത്തുകൊണ്ട് പറഞ്ഞു. അതെന്താ? നമ്മൾ ചുമ്മാ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നുവെന്നല്ലേ ഉള്ളൂ. വണ്ടി ഏത് ട്രാക്കിലോടണമെന്നുള്ളത് നമ്മുടെ കയ്യിലല്ലല്ലോ. ലൈഫ് റെയർലി ടേക്സ് അസ് ടു ദ എക്സാക്ട് ഡെസ്റ്റിനേഷൻ വി ഇമാജിൻ. അപ്പോൾ നിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചല്ല നീ ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണോ? ജീവിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ലടോ. ഓരോ ദിവസവും സർവൈവ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറം ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ജീവിതമെന്ന് മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് പ്രത്യേകിച്ച് പുസ്തകങ്ങളും നിയമങ്ങളും ഒന്നുമില്ലല്ലോ. ശരൺ ഗ്ലാസ്സിൽ ശേഷിച്ച വിസ്കി ഒറ്റ വലിക്ക് കുടിച്ചു. നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചല്ലോ. സഹവാസത്തിൻ്റെ ഗുണമാണോ അതോ ഈ വലിച്ചു കയറ്റുന്ന ഐറ്റത്തിൻ്റെ എഫക്റ്റാണോ? രണ്ടും ഉണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ? എനിക്കവിടെ അബുദാബിയിൽ ഫാമിലി ബിസിനസ് ഉണ്ടായിട്ടും ഞാൻ എന്തിനാണ് അതെല്ലാം വിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതെന്ന് നീ എന്താ ഒരിക്കലും ചോദിക്കാത്തത്? ഞാൻ ഒരിക്കലും ഒരാളുടെയും പാസ്റ്റ് അറിയാൻ ശ്രമിക്കാറില്ല. അത് ചികഞ്ഞതുകൊണ്ട് എനിക്കോ ആ വ്യക്തിക്കോ എന്തെങ്കിലും ഉപകാരമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആളുകളുടെ പാസ്റ്റിലെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ അവരോട് കുറച്ചുകൂടി നന്നായി പെരുമാറാമായിരുന്നു എന്നൊക്കെ. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ട് വേണോ ഒരാളോട് പെരുമാറേണ്ട വിധം തീരുമാനിക്കാൻ? ആളുകളോട് കൈൻഡും എംപത്തറ്റിക്കുമായിരിക്കുക എന്നത് അമ്മ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നിന്റെ സാഹചര്യം എന്തായാലും എനിക്ക് നിന്നോടുള്ള പെരുമാറ്റം ഇതുതന്നെയാവും. നിന്നോടിപ്പോൾ കാണിക്കുന്ന സ്നേഹവും മര്യാദയുമാണെൻ്റെ മാക്സിമം. രാഹുൽ ചിരിച്ചുകൊണ്ട് ശരണിൻ്റെ ഷോൾഡറിൽ കൈയിട്ടു. പിന്നീട് അധികമൊന്നും സംസാരിക്കാതെ രാത്രിയിലെ തണുപ്പിൽ ബാംഗ്ലൂർ നഗരത്തെയും നോക്കി അവർ ഒരുപാട് സമയം വെറുതെയിരുന്നു. പിറ്റേന്ന് അഖിലിനും ശരണിനും നൈറ്റ് ഷിഫ്റ്റ് ആയതിനാൽ അവരെ ഉണർത്താൻ നിർത്താതെ
രാഹുലും സാമും ഓഫീസിലേക്ക് തിരിച്ചു. എനിക്കിന്ന് നേരത്തെ ഇറങ്ങണം. ലഞ്ചിന് ശേഷം സ്മോക്ക് ചെയ്യാനായി ചായക്കടയിലേക്ക് നടക്കുന്നതിനിടെ സാം പറഞ്ഞു. അതെന്തിനാ? ഇന്ന് വാലന്റൈൻസ് ഡേ ആണടേ. എനിക്കൊരു ഡേറ്റിന് പോകാനുണ്ട്. അല്ലെങ്കിലും നിന്നോടിതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഓഫീസിലെ ആ കൊച്ച് നീ ഒന്ന് വിളിക്കാൻ റെഡിയായിരിക്കുമ്പോൾ തിരിഞ്ഞു നടക്കുന്ന ആളല്ലേ നീ? സിഗരറ്റ് കത്തിക്കാനായി മാറി നിൽക്കുന്നതിനിടെ ആദിക്കും ശക്തിക്കുമൊപ്പം നടന്നു വരുന്ന അതിഥിയെ സാം കണ്ടു. ദേ, നിന്റെ ആൾ വരുന്നുണ്ടല്ലോ. സാം പറയുന്നത് കേട്ട് രാഹുൽ തിരിഞ്ഞു നോക്കി. എൻ്റെ ആളോ? ഒന്നോ രണ്ടോ വട്ടം കണ്ടെന്ന് വെച്ച് എങ്ങനെയാ എൻ്റെ ആളാവുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ നിന്റെ ആളാകുമല്ലോ. രാഹുൽ സാമിനോട് കയർത്തു. എല്ലാവരെയും ആക്കില്ല, പക്ഷെ ഈ കൊച്ചിനെ കാണുമ്പോൾ നീ പരിസരം മറന്ന് വാവൊളിച്ച് നോക്കി നിൽക്കാറുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. നീ വെറുതെ വായിൽ തോന്നിയത് പറയരുത്. ഞാൻ എപ്പോഴായി ഇവളെ നോക്കിയത്? ഇനി നോക്കിയിട്ടും കാര്യമില്ല. അവളെ ഇപ്പോൾ തന്നെ വളച്ച മട്ട കണ്ടില്ലേ? വാലന്റൈൻസ് ഡേക്ക് റെഡ് ഷർട്ട് ഇട്ട് വന്നത്. അവളുടെ കയ്യിലാണെങ്കിൽ റോസും. അപ്പോൾ അത് തന്നെ കാര്യം. ഹി പ്രപ്പോസ്ഡ് ആൻഡ് ഷീ സെഡ് യെസ്. പിന്നെ ഇപ്പോൾ വാലന്റൈൻസ് ഡേ വേണമല്ലോ പ്രപ്പോസ് ചെയ്യാൻ. നിന്നെപ്പോലുള്ളവർക്കൊക്കെ എന്നും വാലന്റൈൻസ് ഡേ അല്ലേ? പക്ഷെ അവരെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ആണേലും അളിയനിപ്പോൾ എന്താ? ഇവിടെ വല്ലപ്പോഴും വന്ന് 2 ടേബിളിനപ്പുറം മാറിയിരുന്ന് ചായ കുടിച്ച് പോകുന്ന ഏതോ ഒരു പെൺകൊച്ച് അല്ലേ? അതിന് രാഹുൽ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവൻ്റെ മുഖത്തെ ടെൻഷൻ കലർന്ന ഭാവം കണ്ടപ്പോൾ സാമിന് ചിരി വന്നു. വേണേൽ ഈ സംശയത്തിന് ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരാം. ആ മറ്റേ പയ്യനില്ലേ, അവൻ എൻ്റെ സിഗരറ്റ് ബഡ്ഡി ആണ്. പേര് ശക്തി. അവനോട് തിരക്കിയാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ശരിക്കും? രാഹുൽ അതുവരെ മറച്ചുവെച്ച ആകാംക്ഷ വെളിവാക്കിക്കൊണ്ട് സാമിനെ നോക്കി. അതൊക്കെ നിസ്സാരം, പക്ഷേ അണ്ടർ 1 കണ്ടീഷൻ. ആ കൊച്ചിൻ്റെ കാര്യത്തിൽ അളിയന് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് എൻ്റെ അടുത്ത് സമ്മതിക്കണം. സാം രാഹുലിനടുത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു. നീ വിചാരിക്കുന്ന പോലെ പ്രത്യേക താല്പര്യമൊന്നുമില്ല. കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. അപ്പോൾ എന്തോ ഒരു സ്പാർക്ക്, അത്രയുള്ളൂ. പിന്നെ 2-3 വട്ടം ഇവിടെ വെച്ചും കണ്ടു. ചിലരെ കാണുമ്പോൾ സംസാരിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് അവരെ ഒരുപാട് കാലങ്ങളായിട്ട് അറിയാം എന്ന് തോന്നാറില്ലേ? അങ്ങനെയൊരു തോന്നൽ. രാഹുൽ മടിച്ചു പറഞ്ഞു. ആഹാ, ഈ തോന്നലാണ് പച്ച മലയാളത്തിൽ പ്രേമം. അതങ്ങ് പറഞ്ഞാൽ പോരെ, അതിന് ഇത്രയും സാഹിത്യമടിക്കണോ? സാം പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് മാറി നിന്ന് പുകവലിച്ചു കൊണ്ടിരുന്ന ശക്തിയുടെ അടുത്തേക്ക് നടന്നു. സാമും ശക്തിയും സംസാരിക്കുന്നത് രാഹുൽ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഒരൽപ്പം കഴിഞ്ഞ് സാം വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റിൻ്റെ കുറ്റി കളഞ്ഞ് തിരികെ എത്തി. പേര് അതിഥി, കൂടെയുള്ളത് ഫ്രണ്ടാണ് ആദിത്യൻ. അവർക്കിടയിൽ ഇതുവരെ റൊമാൻസ് ഒന്നും വർക്കൗട്ടായിട്ടില്ല. പക്ഷെ അത് വിചാരിച്ചളിയൻ വെയിറ്റ് ചെയ്യാൻ ഒന്നും നിൽക്കണ്ട. ഉള്ളിൽ എന്തേലും ഉണ്ടേൽ വേഗം കയറി മുട്ടിക്കോ. അങ്ങനെ പറയാൻ മാത്രമുള്ള ഒന്നും ഇപ്പോൾ ഇല്ല. ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ നോക്കാം. രാഹുൽ ഒരു ചെറുചിരിയോടെ അതിഥിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സാമിനെയും കൂട്ടി ഓഫീസിലേക്ക് നടന്നു. വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം സാം ഡേറ്റിന് പോയി. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ശരണും കൂടി ഇറങ്ങിയപ്പോൾ ഫ്ലാറ്റിൽ രാഹുൽ തനിച്ചായി. തലേന്ന് വായിച്ചു വെച്ച നോവലും എടുത്ത് അവൻ ടെറസിലേക്ക് നടന്നു. വായിച്ചു കൊണ്ടിരിക്കെ ഫോണിൽ അമ്മയുടെ വിളിയെത്തി. എൻ്റെ മേശപ്പുറത്ത് ഇന്ന് 10-ൽ കൂടുതൽ ലവ് ലെറ്റേഴ്സ് ഉണ്ട്. പതിവ് വർത്തമാനങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലവ് ലെറ്റേഴ്സോ? സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോ? കൊള്ളാലോ. എന്തോ വലിയ കുറ്റം ചെയ്ത പോലെ ടീച്ചേഴ്സ് കുട്ടികളെ സ്റ്റാഫ് റൂമിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ കണ്ണിൽ പൊടിയിടാനെന്നോണം ഞാൻ പിള്ളേരെ ഒന്ന് വാൺ ചെയ്ത് വിട്ടു. ഇവിടെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ പ്രേമിക്കുന്നതിനെക്കുറിച്ചും കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നു. നിന്റെ വായിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ ഞാൻ ഇനി എത്ര കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും? അമ്മ എന്തിനാ എന്നെ ഇതിലേക്ക് വലിച്ചിടുന്നത്? എന്തു പറഞ്ഞാലും ഒടുവിൽ ഇവിടെ തന്നെ എത്തി നിൽക്കും. കല്യാണം. പണ്ട് വെക്കേഷനിൽ ഇവിടെ ട്യൂഷൻ പഠിക്കാൻ വന്ന ശ്രേയയ്ക്ക് നീ കൊടുത്ത ലെറ്റർ കൈയോടെ അവൾ എൻ്റെ അടുത്ത് കൊണ്ടുതന്നത് ഇപ്പോഴും ഇവിടെ എവിടെയെങ്കിലും കാണും. അന്നെനിക്ക് നല്ല സന്തോഷം തോന്നി. സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ നീ പഠിച്ചിട്ടുണ്ടല്ലോ എന്നോർത്ത്. പക്ഷെ ഇപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ആദിയുണ്ട്. എന്താ, ഞാൻ കല്യാണം കഴിക്കാതെ നിന്ന് പോകും എന്ന് കരുതിയിട്ടാണോ? ഹേയ്, ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അപ്പോഴും വെറുതെ ഓർത്തു വയ്ക്കാനെങ്കിലും സ്നേഹിച്ചതിൻ്റെയും സ്നേഹിക്കപ്പെട്ടതിൻ്റെയും വേദനയില്ലാത്ത ചില ഓർമ്മകൾ ഉണ്ടാവണം. അമ്മ എന്തോ ഓർത്തിട്ടെന്ന പോലെ പെട്ടെന്ന് നിശബ്ദയായി. അമ്മയ്ക്ക് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ എവിടെയും പോയിട്ടില്ലല്ലോ. നിന്നോട് മിണ്ടുന്നതിനേക്കാൾ ഞാൻ അച്ഛനോട് മിണ്ടാറുണ്ട്. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും അവിടെയൊക്കെ അച്ഛനുള്ള പോലെ തോന്നും.
ഞാൻ അധികം ഈ കാര്യം പറഞ്ഞ് നിന്റെ മൂഡ് സ്പോയിൽ ചെയ്യുന്നില്ല. എവിടെ നിന്റെ കൂട്ടുകാരെല്ലാം? സാം ഡേറ്റിന് പോയി. ശരണിന് ഇന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് അമ്മ ഫോൺ വെച്ച ശേഷം അവൻ കുറേ നേരം ടെറസിൽ വെറുതെ കിടന്നു. നെക്സ്റ്റ് പാർട്ട്. ഇയാളെ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ചെയ്യും, ഉറപ്പാ. പ്രൊജക്ട് ഹെഡിൻ്റെ റൂമിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങി വന്ന രാഹുൽ ID കാർഡ് ഒരു ടേബിളിൽ വെച്ച് തൊട്ടടുത്തുണ്ടായിരുന്ന അഖിലിനും ശരണിനും കാര്യം മനസ്സിലായില്ല. ഇവിടെ എന്നേക്കാൾ സീനിയേഴ്സ് എത്ര പേരുണ്ട്, എന്നിട്ട് പുതിയ ഓഫീസിലെ ടീമിന് ട്രെയിനിങ് കൊടുക്കാൻ അയാൾക്ക് ഞാൻ തന്നെ വേണം, രാഹുൽ ആരോടുന്നില്ലാതെ പറഞ്ഞു. ഏത് വൈറ്റ് ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്ത ഓഫീസിലേക്കോ? നീ എങ്ങനെ ഡെയിലി അത്രയും ദൂരം ട്രാവൽ ചെയ്യും? അഖിൽ വർക്കിംഗ് ഫയൽ ക്ലോസ് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അതുതന്നെ ആശാകുനിയോട് ഞാനും ചോദിച്ചത്. അപ്പോൾ അവിടെ അടുത്ത് സ്റ്റേ അറേഞ്ച് ചെയ്യാം, ഒരു 6 മാസത്തെ കാര്യമല്ലേ എന്നൊക്കെയാണ് അങ്ങേര് പറയുന്നത്. എന്നാൽ അയാൾക്ക് തന്നെ പോയി ചെയ്യാൻ പാടില്ലേ? ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചതാ. രാഹുലിന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. നീ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവല്ലേ, നമുക്കിത് വേറെ ആരുടെയെങ്കിലും തലയിൽ ഏൽപ്പിക്കാം, എന്തായാലും സമയമുണ്ടല്ലോ. ശരൺ രാഹുലിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ വാ, നമുക്കൊരു ചായ കുടിച്ചു വരാം, ഇവന് പിന്നെ ആ കട പിടിക്കില്ലല്ലോ. രാഹുലും അഖിലും താഴെ കടയിലേക്ക് നടന്നു. ശക്തിയുടെ കൂടെ വന്ന അതിഥി അവനൊപ്പം സ്മോക്കിംഗ് ഏരിയയിലേക്ക് പോയി. സിഗരറ്റ് വലിക്കുന്നതിനിടെ ശക്തി പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അവളെ കണ്ടപ്പോൾ രാഹുൽ ചായയുമായി അവൾക്കരികിലുള്ള ടേബിളിലേക്ക് ഇരുന്നു. പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവൾ ആരും കാണാതെ തുളച്ചുകൊണ്ടിരുന്നത് അവൻ വ്യക്തമായി കണ്ടു. സാം ഉണ്ടായിരുന്നെങ്കിൽ അവനെ വിട്ട് കാര്യം തിരക്കാൻ ശ്രമിക്കാമായിരുന്നു എന്നാലോചിക്കവേ രാഹുലിന് ഓഫീസിൽ നിന്നും വിളിയെത്തി. ഏത് നിമിഷവും പൊട്ടിക്കരയുമെന്ന് തോന്നിപ്പിക്കുന്ന മുഖവുമായി തനിക്ക് അഭിമുഖമായി നിൽക്കുന്ന അവളെ ഒന്നുകൂടി നോക്കി മനസ്സില്ലാ മനസ്സോടെ അവൻ അഖിലിനൊപ്പം ഓഫീസിലേക്ക് തിരിച്ചു. വൈകിട്ട് ഓഫീസിൽ നിന്നും ഫ്ലാറ്റിൽ എത്തിയിട്ടും അവന് രാവിലത്തെ കാര്യങ്ങളും ആ സമയത്തെ അതിഥിയുടെ മുഖവും മറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പുതിയ ഓഫീസിലേക്ക് പോകേണ്ട സമ്മർദ്ദമാണോ അതോ ഇന്നു കണ്ട അതിഥിയുടെ മുഖമാണോ ശരിക്കും തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ രാഹുലിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഓഫീസിലെ കാര്യമല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വീട്ടിൽ എല്ലാം ഓക്കെ അല്ലേ? ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ ലിവിംഗ് റൂമിൽ വെറുതെ ഇരിക്കുന്ന രാഹുലിനോടായി ശരൺ ചോദിച്ചു. എനിക്കെന്ത് പ്രശ്നം? ഒന്നുമില്ല. നീ എന്താ അങ്ങനെ ചോദിച്ചേ? ആരും കാണാനില്ലാഞ്ഞിട്ടും ഓഫ് ചെയ്യാതിരുന്ന TV-യുടെ വോളിയം രാഹുൽ കുറച്ചു വെച്ചു. ഒന്നുമില്ല, ചോദിച്ചുവെന്നേയുള്ളൂ. ശരൺ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് രാഹുലിനെതിരെയുള്ള സോഫയിൽ വന്നിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് മൈൻഡ് ഓക്കെ അല്ല, അത്രയുള്ളൂ. അതിഥിയുടെ കാര്യം ശരളിനോട് പറയണോ എന്നൊരു വട്ടം ആലോചിച്ചെങ്കിലും പറയാൻ മാത്രം എന്താ ഉള്ളത് എന്ന് ചിന്തിച്ചപ്പോൾ അവനത് വേണ്ടെന്ന് വച്ചു. ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആവുന്നുള്ളൂ, പക്ഷെ ഒരിക്കൽ പോലും നീ നിന്റെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ആരോടും പറഞ്ഞു കണ്ടിട്ടില്ല. ഇടയ്ക്ക് അടുപ്പമുള്ള ആരോടെങ്കിലുമൊക്കെ മനസ്സ് തുറന്നു സംസാരിക്കുന്നത് നല്ലതാണ്. ഒറ്റയ്ക്കെല്ലാം മനസ്സിൽ കൂട്ടി വയ്ക്കുമ്പോഴാണ് ഒടുവിൽ ഭാരം താങ്ങാനാവാതെ വീണു പോകുന്നത്. തനിക്കൊന്നും അറിയാത്ത ഒരു പെൺകുട്ടി, അവളുടെ കണ്ണു നിറയുന്നത് തന്നെ ഇത്രമാത്രം ഉലയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നതിൻ്റെ ഉത്തരം എത്ര ആലോചിച്ചിട്ടും അവന് പിടികിട്ടിയില്ല. ചിലപ്പോൾ അവളും തന്നെപ്പോലെ ആരോടും ഒന്നും പങ്കുവയ്ക്കാനാവാതെ ഈ നഗരത്തിൻ്റെ ഏതോ കോണിൽ ഒറ്റയ്ക്കിരിക്കുകയാവാം. കല്യാണത്തിൻ്റെ തിരക്കുകൾ കാരണം 2 ദിവസം അവധിയെടുത്ത അഖിൽ തിരിച്ച് ഓഫീസിൽ വന്നപ്പോൾ കാരണമൊന്നുമില്ലാതെ എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു. കാര്യമെന്താണെന്ന് തിരക്കാൻ ശരൺ ലഞ്ച് സമയത്തിന് മുൻപേ അവനെയും വിളിച്ച് ക്യാൻറ്റീനിലേക്ക് നടന്നു. ഒപ്പം രാഹുലിനെയും വിളിച്ചു. കല്യാണത്തിൻ്റെ ഫണ്ടെല്ലാം സെറ്റായില്ലേ? രാഹുൽ 3 പുലാവിന് ഓർഡർ ചെയ്യുന്നതിനിടെ ചോദിച്ചു. കല്യാണം നടത്തുന്നത് അമ്മയല്ലേ, അപ്പോൾ അതിനുള്ള ഫണ്ടും അമ്മയുടെ അടുത്ത് കാണും, അഖിൽ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. ഒരു കണക്കിന് അത് നല്ലതല്ലേ, നിന്റെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് നിങ്ങൾക്ക് അബ്രോഡ് ഹണിമൂൺ പോവാലോ. അഖിലിനെ കാര്യമായി എന്തോ അലട്ടുന്നുണ്ട്, പക്ഷെ അവനത് തുറന്നു പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ശരൺ പറഞ്ഞു. അതിനും ചിലപ്പോൾ അമ്മ വല്ല മൂകാംബികയോ പത്മനാഭപുരം ക്ഷേത്രമോ കണ്ടുവച്ചിട്ടുണ്ടാവും. അഖിൽ തൻ്റെ പ്ലേറ്റിലെ പുലാവിൽ വെറുതെ സ്പൂണിട്ടിളക്കി. നിനക്ക് അമ്മയുടെ ഈ അമിതമായ കൈകടത്തൽ ഇഷ്ടമാവുന്നില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞൂടെ? അമ്മയ്ക്കത് മനസ്സിലാവാതിരിക്കോ? നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, പലപ്പോഴും അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അതൊന്നും നമ്മെ സന്തോഷിപ്പിക്കുന്നില്ലെന്ന് തുറന്നു പറയാൻ കഴിയാതെ വരും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്കത് വലിയ വിഷമമാവും. കല്യാണം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് അമ്മയെ ബാംഗ്ലൂർക്ക് കെട്ടിക്കൊണ്ടു വന്നപ്പോൾ അന്നത്തെ ഡിഗ്രിയുടെ ബലത്തിൽ അമ്മയ്ക്ക് ഇവിടെ ഒരു ജോലി കിട്ടി. 1.5 വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് ഞാനും ചേച്ചിയും ഉണ്ടാവുന്നത്.
ഞാൻ LKGയിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഗൾഫിൽ പോയി. ഒരു പഴയ ഒറ്റമുറി ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എനിക്കിപ്പോൾ 28 വയസ്സായി. ഗൾഫിൽ പോയ അച്ഛനെ ഞാൻ ആകെ 3 തവണയേ കണ്ടിട്ടുള്ളൂ. നാട്ടിൽ അച്ഛൻ്റെ അമ്മയും അച്ഛനും മരിച്ച സമയവും പിന്നെ ഇപ്പോഴുള്ള വീടിൻ്റെ പാലുകാച്ചലിനും. അതും അമ്മ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് അച്ഛൻ വന്നത്. അച്ഛന് അവിടെ എന്താ ജോലിയെന്നോ കിട്ടുന്ന കാശൊക്കെ എന്താ ചെയ്യുന്നതെന്നോ ഞങ്ങൾക്കാർക്കും അറിയില്ല. എന്നെയും ചേച്ചിയെയും പഠിപ്പിച്ചതും ചേച്ചിയുടെ കല്യാണം നടത്തിയതും ഈ വീട് വാങ്ങിയതുമെല്ലാം അമ്മ ഒറ്റയ്ക്കാണ്. ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോൾ കിട്ടുന്ന ശമ്പളം പോലും എത്രയാണെന്ന് അമ്മയ്ക്ക് അറിയില്ല. എന്നെയും ചേച്ചിയെയും നോക്കുക എന്നതിനപ്പുറം അമ്മ ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ പഴയ കാലത്ത് ഒരു 20 വയസ്സുകാരി 2 മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ജീവിക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പുറത്ത് എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നിട്ടും ഞാൻ ഒറ്റയ്ക്കാവും എന്ന് പേടിച്ചിട്ടാവും അതിനൊന്നും അമ്മ എന്നെ സമ്മതിക്കാതിരുന്നത്. അമ്മ എനിക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനവും മോശമായിട്ടില്ല. കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ആദ്യം എനിക്കും വലിയ പ്രശ്നമായി തോന്നിയിരുന്നില്ല. പക്ഷെ അവളുമായി സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരേ സമയം ഒരു നല്ല മകനും ഭർത്താവുമായി ആവുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായത്. അമ്മയുടെ കണ്ണിലൂടെയാണ് ഞാൻ ലോകം കണ്ടിട്ടുള്ളത്. എനിക്കതിൽ സന്തോഷമേയുള്ളൂ. പക്ഷെ എന്നെ വിശ്വസിച്ചു കയറി വരുന്ന ഒരു പെൺകുട്ടിയോട് എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാടോ. മുന്നോട്ട് നടക്കുമ്പോൾ ഇതിൽ ആരെങ്കിലും വേദനിപ്പിക്കേണ്ടി വരുമോ എന്ന്. ഒരാളെ വേദനിപ്പിക്കണമെന്നൊരവസ്ഥ വന്നാൽ ഇവരിൽ ആരുടെ സങ്കടങ്ങൾ ഞാൻ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇടറെ തുടങ്ങിയ അഖിലിൻ്റെ ശബ്ദം കേട്ട് അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ശരൺ അവൻ്റെ ഷോൾഡറിൽ പതിയെ പിടിച്ചു. വർക്ക് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ശരണും രാഹുലും അധികമൊന്നും സംസാരിച്ചില്ല. അടുത്ത ആഴ്ച അച്ഛൻ്റെ ആണ്ടിന് ബലിയിടാൻ വരണമെന്ന് ഓർമ്മിപ്പിക്കാൻ രാത്രി അമ്മ വിളിച്ചപ്പോൾ പതിവിലും കൂടുതൽ നേരം രാഹുൽ അമ്മയോട് സംസാരിച്ചു. സ്കൂൾ കാലങ്ങളിൽ വൈകുന്നേരം കൂട്ടുകാരെയൊക്കെ അവരുടെ അച്ഛൻ മോട്ടോർ സൈക്കിളിന് മുന്നിലിരുത്തി ഗേറ്റ് കടന്ന് ഓടിച്ചു പോകുന്നത് സങ്കടത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അന്നൊക്കെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അഖിൽ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ അവസ്ഥ പോലെ പേരിന് ഒരു അച്ഛനുണ്ടായതുകൊണ്ട് ആർക്കും ഒരു സന്തോഷവും ഉണ്ടാവില്ലെന്ന് അവന് തോന്നി. അല്ലെങ്കിലും കൂടെ നിൽക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന് ശ്രമിക്കാത്തവർ നൽകുന്നത്ര വേദനയൊന്നും മരിച്ചുപോയവർ തരുന്നില്ല. ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ അവർ ഒപ്പം നിന്നേനെ എന്ന് വെറുതെയെങ്കിലും ആശ്വസിക്കാം. മരണത്തിലൂടെ നമ്മെ തനിച്ചാക്കിയവരും കൂടെയുണ്ടായിട്ടും നമ്മൾ തനിച്ചാവുമെന്ന് ഓരോ നിമിഷവും നമ്മെ തോന്നിപ്പിക്കുന്നവരും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒരാൾ ആ ഓർമ്മകളിൽ ജീവിക്കാനും മറ്റൊരാൾ എല്ലാം മറക്കാൻ ജീവിതം അവസാനിപ്പിക്കാനുമുള്ള കാരണങ്ങളാവും തരിക. വെറുതെ ഓരോന്നാലോചിച്ചു കിടക്കുമ്പോഴാണ് ഫോണിൽ സാമിൻ്റെ കോൾ വന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്നും ലീവെടുത്ത് രാവിലെ ഇറങ്ങിയതാണ് കക്ഷി. താനും ശരണും 2-3 തവണ വിളിച്ചപ്പോഴെല്ലാം ഫോൺ കട്ട് ചെയ്തു. അതുകൊണ്ട് കുറച്ചു നേരം കിടന്ന് വിളിക്കട്ടെ എന്നു കരുതി രാഹുൽ ഫോൺ എടുക്കാതെ സ്ക്രീനിൽ തന്നെ വെറുതെ നോക്കി നിന്നു. ഒടുവിൽ 3ാമത്തെ കോളിൻ്റെ അവസാനത്തെ റിങ്ങിൽ രാഹുൽ ഫോൺ എടുത്തു. അളിയ, എത്ര തവണയായി വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തത്? രാഹുൽ ഫോൺ എടുത്തപാടെ സാം ചോദിച്ചു. ഈ ചോദ്യം ഞാനല്ലേ ചോദിക്കേണ്ടത്? രാവിലെ മുതൽ എത്ര തവണ ഞങ്ങൾ മാറി മാറി വിളിച്ചു, നീ ഇതെവിടെയാടാ? രാഹുൽ ദേഷ്യം മറച്ചു വയ്ക്കാതെ ചോദിച്ചു. സോറി അളിയ, ഞാൻ കുറച്ചു തിരക്കിലായിപ്പോയി. നിങ്ങൾ എന്തിനാ വിളിച്ചത്? എന്തേലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, നീ എന്തേലും പണിയൊപ്പിച്ച് വല്ല മാർവാടികളുടെ കയ്യിന് തല്ലു മേടിച്ചോന്നറിയാൻ വിളിച്ചു നോക്കിയതാ. ഇതുവരെ പണിയൊന്നും ഒപ്പിച്ചില്ല. പക്ഷെ രാത്രി ഇനിയും പരന്നു കിടക്കുകയാണല്ലോ, ഒപ്പിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. എന്തോ ദുരുദ്ദേശം വെച്ചുള്ള വിളിയാണല്ലോ. മര്യാദയ്ക്ക് കാര്യം പറഞ്ഞേ. ഞാൻ അന്ന് വാലന്റൈൻസ് ഡേക്ക് ഒരു ഡേറ്റിന് പോയില്ലേ? അവളുടെ വീട് ഡൽഹിയിലാ. ഇവിടെ ഇന്നൊരു ജോബിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നിരുന്നു. വൈകിട്ട് തിരിച്ചു പോകാൻ ബുക്ക് ചെയ്ത ട്രെയിൻ മിസ്സായി. അതുകൊണ്ട് നാളെ രാവിലത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അവൾക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഹോട്ടലിൽ റൂം എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിവിടെ ഫ്ലാറ്റുണ്ട്, ഇന്നു രാത്രി അവിടെ നിൽക്കാമെന്ന്. ഞാൻ 1 മണിക്കൂറിൽ അവളെയും കൂട്ടി അങ്ങോട്ട് വരും. നീ ഒന്ന് ശരണിനോട് കാര്യം പറയണേ. അതെങ്ങനെ ശരിയാവുന്നേ? നമുക്കവളെ എന്ത് പരിചയമാണ് ഉള്ളത്? പെട്ടെന്നൊരു ദിവസം ഒരാളെ അങ്ങനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ പറ്റുമോ? അവസാനം എന്തേലും വള്ളിയാവും. അളിയ പ്ലീസ്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം. അതിന് നിന്റെ ഉറപ്പിന് എന്ത് വിലയാണുള്ളത്? അളിയ, നീ അങ്ങനെ പറയരുത്. നിന്റെ എന്തൊക്കെ രഹസ്യങ്ങൾ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്. ലേറ്റസ്റ്റായി നീ ആ കുട്ടിയെ വായി നോക്കുന്ന കാര്യം വരെ ഞാൻ ആരെയും അറിയിക്കാതെ വെച്ചില്ലേ?
എന്നോട് നിനക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നു? അല്ലേലും എനിക്കൊരാവശ്യം വരുമ്പോൾ ആരും കാണത്തില്ല. സാം കുറച്ച് ഇമോഷണലായി എന്ന പോലെ നടിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നേ, നിർത്തിക്കോ നിന്റെ സെൻറ്റിയടി. നീ എന്തേലും കാണിക്ക്. ശരണിനോട് ഞാൻ പറഞ്ഞേക്കാം. സമ്മതിച്ചില്ലെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ അവൻ ഇതുതന്നെ പറയുമെന്ന് ഓർത്തപ്പോൾ രാഹുൽ സമ്മതം മൂളി ഫോൺ കട്ട് ചെയ്തു. പറഞ്ഞ സമയത്തിന് മുൻപേ സാം ആ പെൺകുട്ടിക്കൊപ്പം ഫ്ലാറ്റിലെത്തി. അവരുടെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോഴേ ഇത് ഫ്രണ്ട്ഷിപ്പിനും അപ്പുറമാണെന്ന് ശരൺ രാഹുലിനോട് സ്വകാര്യമായി പറഞ്ഞു. അവൾക്കൊപ്പം മുറിയിൽ കയറി കതകടച്ച സാമിനെ രാഹുൽ ഡോറിൽ തട്ടി വിളിച്ചു. എന്താ അളിയ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കിടന്നുറങ്ങിക്കൂടെ? പുറത്തേക്കിറങ്ങിയ സാം തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ശരണിനെയും രാഹുലിനെയും പറഞ്ഞുവിടാൻ ശ്രമിച്ചു. അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. വാ ഉറങ്ങാം, സമയം ഒരുപാടായില്ലേ. അവൾക്കാണെങ്കിൽ നേരത്തെ പോകാൻ ഉള്ളതല്ലേ. ശരൺ സാമിൻ്റെ കൈപിടിച്ച് ലിവിംഗ് ഏരിയയിലേക്ക് നടന്നു. ഞങ്ങൾ കുറച്ചുനേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഉറങ്ങിക്കൊള്ളാം. അളിയനെന്ന് ഇവൻ്റെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്, സാം രാഹുലിനോടായി പറഞ്ഞു. ദേ, നീ എന്തു കാണിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ദയവ് ചെയ്ത് അവസാനം ഇതിൻ്റെ പിന്നാലെ ഞങ്ങൾക്ക് കൂടി പണി വാങ്ങിച്ച് തന്നേക്കരുത്. ഒരിക്കലുമില്ല, ഓൺലി വിത്ത് കൺസെൻറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്. സാം രാഹുലിനെ ശരണിനൊപ്പം മുറിയിലേക്ക് തള്ളിവിട്ട് കതകടച്ചു.